ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് റോസ്മേരി വാട്ടർ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് പല വിധത്തിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ പറഞ്ഞു തരാം. അപ്പം ഞാൻ തലേദിവസം ഇത് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെക്കും. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം റോസ്മേരി ലീഫാണ് ഞാനിതിലെടുത്തിട്ടുള്ളത്. ഒരു അര-മുക്കാൽ സ്പൂണോളം ഞാൻ കുറച്ച് ഉലുവയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. പിറ്റേ ദിവസം നമ്മൾ ഇതിൻ്റെ വെള്ളം കളയരുത്. ആ ഒരു വെള്ളം അതിൻ്റെ കൂടെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഞാൻ തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. മുടിയുടെ ആരോഗ്യത്തിന് നമ്മൾ പലതരം ഓയിൽ മസാജ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മുടി വളരാൻ സഹായിക്കുന്ന പലതരം എണ്ണകൾ ഞാൻ ഇതിനകം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇത്രയ്ക്കും റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം അത് പരീക്ഷിച്ച് എനിക്ക് തന്നെ അനുഭവം വന്നിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിൽ ഉലുവ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, അല്ലെങ്കിൽ ഇത് എഫക്റ്റീവാണ്. പക്ഷേ ഞാൻ ചേർക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം എടുത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അതൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഈ വെള്ളത്തിൻ്റെ കൂടെ കുറച്ചും കൂടിയും ഒരു അര ഗ്ലാസും കൂടിയും വെള്ളം കൂടി തിളപ്പിച്ചിട്ടാണ് നല്ല പോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇടയിലൊന്നും അത്ര പരിചയമില്ലാത്ത ഒരു കാര്യമാണ് റോസ്മേരി ഓയിലിനെ കുറിച്ചിട്ടും റോസ്മേരി വാട്ടറിനെ കുറിച്ചിട്ടും ഒക്കെ കേട്ടോ. എന്നാൽ നമ്മുടെ മുടി വളരാനായിട്ട് സഹായിക്കുന്ന ഒരുതരം ശാസ്ത്രീയ തെളിവായിട്ടാണ് കേട്ടോ ഇപ്പോൾ റോസ്മേരി ഓയിലും അല്ലെങ്കിൽ റോസ്മേരി വാട്ടറും ഒക്കെ രംഗത്തേക്ക് വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർണോസിക് ആസിഡ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഒരു ഘടകം ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർജീവിപ്പിക്കാനും അതുപോലെ തന്നെ ചർമ്മത്തിനും മുടിക്കും എല്ലാത്തിനും ഈ ഗുണം ഒരേപോലെയാണ് നൽകുക. ഇത് നാഡികളുടെ ആരോഗ്യത്തിനും വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വരെ പുനർജീവൻ നൽകുന്ന ഒരു ഘടകമാണെന്നും കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ താരനൊക്കെ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പലരും ഉണ്ട്. പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഹെയർ ലോസ് ആയാലും ഒരുപാട് ബുദ്ധിമുട്ടും ഇറിറ്റേഷനൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പരിഹാരമാണ് ഈ ഒരു റോസ്മേരി വാട്ടറോടെ അല്ലെങ്കിൽ റോസ്മേരി ഓയിലിനൂടെ നമുക്ക് ഉണ്ടാവുന്നത് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 5-6 വർഷം മുമ്പേ ബ്ലോ ഡ്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് എനിക്ക് ഹെയർ ലോസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ ഹെയറൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടും കെയർ ചെയ്തുകൊണ്ടും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഹെയർ ഗ്രോത്ത് പിന്നെ ഉണ്ടായി. എന്നാലും നമ്മൾ വീട്ടിൽ തന്നെ ഓയിൽ ഉണ്ടാക്കുകയാണ് ഞാൻ അതിന് ശേഷം ചെയ്യാറ്. എന്നാലും നമ്മൾ ചിലപ്പോൾ എന്താ പറയുക, മാർക്കറ്റിലൊക്കെ ഇറങ്ങുന്ന പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ പുതിയ ഹെയർ ഓയിലൊക്കെ ഞാനും പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു ചേഞ്ച് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഞങ്ങൾ കാനഡയിൽ പോയതിന് ശേഷമാണ് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് അറിയുന്നത്. അവിടെ ഒരുവിധം എല്ലാവരും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഇത് തന്നെയാണ്. അതിൻ്റെ റിസൾട്ടും അതിഗംഭീരമാണ് കേട്ടോ. ഏകദേശം ഈ ഒരു കളറൊക്കെ ആയിട്ടാണ് കേട്ടോ വരിക. നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ഇത്തരത്തിലുള്ള ബോട്ടിലുകൾ നമുക്ക് കിട്ടും. ഇത് ഞാൻ തൃശ്ശൂർ എക്സിബിഷന് പോയപ്പോൾ അവിടെ കണ്ട ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ നമുക്ക്. അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മേടിക്കുക. ഇത് നമ്മുടെ ഹെയർ മസാജിങ്ങിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഞാൻ റോസ്മേരി വാട്ടർ മാത്രമല്ല റോസ്മേരി ഓയിലും കൂടി യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാറി മാറി നമുക്ക് ചെയ്യാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. റോസ്മേരി ഓയിൽ എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതിനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരെല്ലാവരും പോയി കാണാം കേട്ടോ. റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ തലേദിവസം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും പിറ്റേ ദിവസം അത് കഴുകി കളഞ്ഞാലും ഒരു പ്രശ്നമില്ല. അത് വാട്ടർ ആയതുകൊണ്ട് തന്നെ എത്ര നേരം നമ്മുടെ തലയിലിരിക്കുന്നു അത്രയും നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെൽപ്ഫുൾ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.